ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ പോയ MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാലക്കാട് താമസ സ്ഥലത്ത് പോലീസ് പരിശോധന. SIT സംഘം രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി. ഇന്ന് പുലർച്ചെയോടെയാണ് സംഘം പരിശോധന നടത്തിയത്. ഇതിനിടെ രാഹുലിനെ കൈയൊഴിഞ്ഞ പാലക്കാട് കോൺഗ്രസ് നേതൃത്വം. രാഹുലിനെ ആരും പിന്തുണയ്ക്കില്ലെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഇപ്പോൾ DCCയും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. വിശദാംശങ്ങൾ. ദൃശ്യ, പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ കൈയൊഴിഞ്ഞിരിക്കുന്നു. കൈയൊഴിയേണ്ട ഒരു ഗതികേടിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അതായത് പാലക്കാടുള്ള ഒരു MLA കൂടിയാണ്, എന്നിട്ടും പാലക്കാടുള്ള MLAയെ കൈയൊഴിയേണ്ട ഒരു ഗതികേടിലേക്ക്, അതായത് ലൈംഗിക പീഡന കേസിൽ നിലവിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട MLA കൂടിയാണ് രാഹുൽ. അതുകൊണ്ട് തന്നെ രാഹുലിനെ ഞങ്ങൾ ഒരു തരത്തിലുള്ള സംരക്ഷണവും നൽകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അല്പസമയം മുൻപ് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറഞ്ഞിരിക്കുന്നത്. മുൻപ് ഞങ്ങൾ തള്ളി പറഞ്ഞിരുന്നു, രാഹുലിനെ ഒരു ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുപ്പിക്കുന്നില്ല, നിലവിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ന്യായീകരണം. നേരത്തെ നമുക്കറിയാം ചില പരിപാടികളിലൊക്കെ രാഹുൽ പങ്കെടുത്തിരുന്നു, പക്ഷേ ഈ വിഷയത്തിലൊന്നും തന്നെ കൃത്യമായൊരു നിലപാട് നേരത്തെ DCC എടുത്തിരുന്നില്ല. ഇപ്പോൾ നേതൃത്വം പറയുന്നത് രാഹുലിനെ ഞങ്ങൾ ഔദ്യോഗികമായി ഒരു പരിപാടിയിലും പങ്കെടുപ്പിച്ചിട്ടില്ല, പാർട്ടി തീരുമാനമാണ് ഞങ്ങളുടെ തീരുമാനം. നിലവിൽ പാർട്ടി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുലിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. മറ്റ് ഭാരവാഹിത്വം ഒന്നും തന്നെ നിലവിൽ രാഹുലിന് ഇല്ല. ഇനി മറ്റ് MLA സ്ഥാനം രാജിവെക്കണമെങ്കിൽ അത് രാഹുലാണ് തീരുമാനിക്കേണ്ടത്. മാത്രമല്ല, കോടതി നടപടികൾക്ക് ശേഷം പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളുകയാണെങ്കിൽ ആ തീരുമാനത്തിന് ഒപ്പം ഞങ്ങൾ നിൽക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു വിഭാഗം ഇപ്പോഴും പാലക്കാടുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോഴും രാഹുലിനൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിന് ചുക്കാൻ പിടിക്കുന്നത്, നേതൃത്വം നൽകുന്നത് ഷാഫി പറമ്പിൽ MP ആണ്. ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ഇപ്പോഴും രാഹുലിനെ അനുകൂലിക്കുന്ന നിലപാടുകൾ എടുക്കുന്നുണ്ട്. പല ഇടങ്ങളിലും അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അടക്കം നടത്തുന്നുണ്ട്. പക്ഷേ എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് രാഹുലിൻ്റെ ഈ ഒരു വിഷയം. പ്രത്യേകിച്ച് ലൈംഗിക ആരോപണം കൂടി ആയതുകൊണ്ട് തന്നെ അത് തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് ലോക്കൽ ബോഡി ഇലക്ഷന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ഈ ഒരു വിഷയം ഈ സമയത്ത് വന്നത് വലിയൊരു തിരിച്ചടി ആയിട്ടുണ്ട്. പലപ്പോഴും അവർ ഇത് ഞങ്ങൾക്ക് തിരിച്ചടി ആയിട്ടില്ല, കാരണം അതൊരു വ്യക്തിയുടെ വിഷയം മാത്രമാണ്, ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് പറയുമ്പോഴും പാലക്കാട് കോൺഗ്രസിൻ്റെ ഒരു MLA കൂടിയാണ് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. പലപ്പോഴും ജനങ്ങൾ ഇവർ വോട്ട് ചോദിച്ച്, കോൺഗ്രസ് പ്രവർത്തകരും സ്ഥാനാർത്ഥികളും എല്ലാം വോട്ട് ചോദിച്ച് വീടുകളിൽ എത്തുമ്പോൾ തിരിച്ച് അതാണ് ചോദിക്കുന്നത്. ഞങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹം ഇപ്പോൾ സ്ത്രീ വിഷയ കേസിൽ അല്ലെങ്കിൽ ലൈംഗിക പീഡന കേസിൽ നിലവിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്, ഇനിയും അത് ആവർത്തിക്കില്ലേ എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ആ നേതൃത്വം, ജില്ലാ നേതൃത്വം അടക്കം പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് SIT സംഘം പാലക്കാട്ടെ രാഹുലിൻ്റെ ഫ്ളാറ്റിൽ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. നിലവിൽ രാഹുൽ ഇവിടെ ഇല്ല, പാലക്കാട് ജില്ലയിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും രാഹുലിനെ ഇതുവരെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും രാഹുൽ ഒളിവിൽ തന്നെ കഴിയുകയാണ്. ലുക്കൌട്ട് നോട്ടീസ് അടക്കം പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്, വിമാനത്താവളങ്ങളിൽ അടക്കം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തിന് രാഹുലിനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദൃശ്യ. ശിവദാസ് കന്മനമാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.